ഹലോ കൂട്ടുകാരെ, ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് മഹാവീർ എൻക്ലേവ് എന്ന് പറയും. ഡൽഹിയിലെ മഹാവീർ എൻക്ലേവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന്. അപ്പം എനിക്ക് എന്തായാലും മോമോസ് മേടിക്കാൻ പോകാം. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം എന്താണ്ട് ഇതുപോലെ ദീപാവലിയുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ആർക്കും ഇതുവരെ ഇവിടെ ദീപാവലി ഒന്നും കഴിഞ്ഞിട്ടില്ല. പടക്കങ്ങൾ ഇപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പൊല്യൂഷൻ ഒരു വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മോമോസ് ഞാൻ പിന്നെ 2 മോമോസ് ഓർഡർ ചെയ്തു. അവർ ഒന്ന് ഫ്രൈഡ് മോമോസ്, ഒന്ന് സ്റ്റീം. ഫ്രൈഡ് മോമോസിന് വന്നിട്ട് 80 രൂപയും സ്റ്റീം മോമോസിന് വന്നിട്ട് 70 രൂപയും. അപ്പം നല്ല മോമോസ്. ഇവിടുത്തെ ചട്നിയും മോമോസും കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ താഴെയുള്ള ഓരോരോ ഷോപ്പുകളുണ്ട്. പക്ഷേ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഒരുവിധം എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട്. നമുക്ക് പുറത്ത് ഒരു കാര്യത്തിനും ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-400 മീറ്ററേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യത്തിനും നമുക്ക് ജംഗ്ഷനിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരുവിധമുള്ള കുഷന് ഷോപ്പുകളെല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ബുക്കായാലും പെൻസിലായാലും പേനയായാലും എല്ലാം കിട്ടുന്ന ഷോപ്പുകൾ അവിടെയൊക്കെ ഉണ്ട്. ആ സൈഡിലെല്ലാം കാണുന്നത്. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം യൂസ് ചെയ്യുന്നത് പോകുന്ന ഇലക്ട്രിക് റിക്ഷയ്ക്കകത്ത് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും അവർ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്രാഫിക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടാം ഇലക്ട്രിക് റിക്ഷ ആകുമ്പോഴത്തേക്കേ. ഇവിടെ പിന്നെ ഇഷ്ടംമാതിരി മലയാളി കടകളുണ്ട്. ഒരു 3-4 മലയാളി കടകളുണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ കാച്ചിൽ, ചേമ്പ് സഹിതം ചിലപ്പം വരും എല്ലാ കാര്യങ്ങളും. അതുപോലെ മീനും, ചൂര, കിളിമീൻ എല്ലാം. ഇന്ന് തന്നെ ഉണ്ടായിരുന്നു ചൂര. ഞാനിന്ന് ചൂര നമ്മൾ വാട്സപ്പിന് ഇട്ട് കൊടുത്താൽ അവിടുത്തെ മലയാളി കടകൾ കൊണ്ടുവരും. ഇവിടെ ഹിന്ദി കടകളിൽ പോലും ചിപ്സും ഏത്തപ്പഴവും കാര്യങ്ങളും ഉണ്ട്. കാരണം ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഉന്തുവണ്ടിയിൽ ഇതുപോലെ പച്ചക്കറി എല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അത് രാവിലെ തൊട്ട് രാത്രി വരെ ഇതുപോലെ ഉന്തുവണ്ടിക്കകത്ത് ഈ ഗോൾഗപ്പ, പച്ചക്കറി മാത്രമല്ല ഗോൾഗപ്പ, തിന്നുന്ന സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും. എനിക്കൊന്ന് ഡാല് സഹിതം പല വെറൈറ്റി ഡാല് സഹിതം ആ ഉന്തുവണ്ടിക്കകത്ത് അവർ കൊണ്ടുവന്ന് നമുക്ക് തരും. വിലയെല്ലാം ഒരുപോലെ തന്നെയാണ്. വില വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൾക്കിന് കിട്ടൂ. അല്ലാതെ ഇപ്പോൾ എല്ലാ കടകളിലും ഒരേ വില തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പച്ചക്കറി മേടിക്കുന്നതാണ്ട് ഈ അമ്മൂമ്മയുടെ എനിക്ക് ഓൺലൈനിൽ നല്ല ലാഭമാണ്. ഇവിടെ ഓൺലൈൻ ഒരുപാട് ആപ്പ് ഉണ്ടായതുകൊണ്ട് നല്ല ലാഭമാണ്. അവർ മത്സരമായത് നമുക്ക് നല്ല ലാഭമാണ്. പക്ഷേ എന്നാലും ഈ അമ്മൂമ്മയുടെ ബേട്ടാ എന്നുള്ള വിളി കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഈ അമ്മൂമ്മയുടെ ഒന്ന് വന്നേ വാങ്ങത്തുള്ളൂ. അമ്മൂമ്മ ഭയങ്കര പറ്റിപ്പാണ്. അമ്മൂമ്മേനെ 10 പൈസയൊക്കെ കൂട്ടി മേടിക്കും. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്കാണെങ്കിൽ ഹിന്ദി നമ്പേഴ്സും അറിയത്തില്ല. പിന്നെ അമ്മൂമ്മ ഓരോന്നൊക്കെ എഴുതി കോഷ്ടിയൊക്കെ കാണിച്ച് ഞാൻ മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ഞങ്ങളുടെ ചർച്ച്. ഈ ചർച്ചിൻ്റെ തൊട്ട് ഫ്രണ്ട് സൈഡിലാണ് എൻ്റെ വീട്. ഇതാണ് സെൻറ്റ് ജോൺസ് ചർച്ച്. ഈ സെൻറ്റ് ജോൺസ് ചർച്ചിൻ്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ വീട്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഡോറാണിത്. മെയിൻ ഗേറ്റാണ്. മഹാദേവി അപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. നേരെ വീട്ടിലോട്ട് 3ാമത്തെ നിലയിൽ ആണ് എൻ്റെ വീട്. വീട്ടിൽ വന്ന് മോമോസ്, ഫ്രൈഡ് മോമോസും സ്റ്റീം മോമോസും, നല്ല എരിവുള്ള ചട്നിയായിരുന്നു. ആ ചട്നിയിൽ മുക്കാനും പറ്റത്തില്ല. ചെറുതായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തിന്നാനേ പറ്റൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്.